ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം. ചെറിയ ആട്ടിൻ കൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ബൈബിളിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക്. ഏകദേശം 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട. കാര്യം, ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ വരും. നമ്മുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറയണം, ഭയപ്പെടേണ്ട. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 41-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയണം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് തന്ന വലിയൊരു വാഗ്ദത്തമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളത്. തുടർന്ന് പറയുകയാണ്, യഹോവയായ ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇതിൽ പരം ഒരു ഉറപ്പ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ ലഭിക്കും? എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കൂടെ നിന്നവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഒരാളും നിങ്ങളോടുകൂടെ അന്ത്യത്തോളം ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവവചനം പറയുകയാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കൂടെ നിൽക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ചിലപ്പോൾ നിങ്ങളുടെ ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് മാറുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ കുഞ്ഞുങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് മാറി നിന്ന് നിങ്ങളെ മനസ്സിലാക്കാതെ നിന്ന അവസ്ഥയുണ്ടാകാം. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായി കാണും. ഏത് സാഹചര്യമായിക്കോട്ടെ, ലോകത്തെ ജയിച്ച ഒരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് കാണുന്ന ഒരു സാഹചര്യത്തെയും ഒരു ദൈവ പൈതൽ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം, കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇത് മാനുഷിക ശബ്ദമല്ല, ഭയപ്പെടേണ്ട എന്നുള്ളൊരു ശബ്ദം.
ദൈവത്തിൻ്റെ ശബ്ദമാണ്. അവിടെ പറയണം, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ പുഴു ദ്രവിക്കുന്ന ശരീരമാണ്. നമ്മുടെ അവസ്ഥ എത്രയൊക്കെ ഉള്ളൂ. ഞൊടിയിടയിൽ നഷ്ടപ്പെടാവുന്ന ജീവനാണ്. നമുക്ക് അത്രയേ ഉള്ളൂ. ഒന്നും പുകഴാനും പ്രശംസിപ്പാനും ഇല്ല. ഇവിടെ പറയാണ്, പുഴുവായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സഹായിക്കും. എന്നാലും കർത്താവ് എന്ത് ചെയ്യും? നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരു കാലത്തും കർത്താവ് തള്ളിക്കളയത്തില്ല. കർത്താവ് കൂടെ ഇരിക്കും. ആരൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് മാറി നിന്നാലും, പെറ്റമ്മ മറന്നാൽ പോലും, അതാണ് ഏറ്റവും വലിയ ഭൂമിയിലെ ബന്ധം. അതുപോലും മാറി നിന്നാൽ കർത്താവ് മാറി നിൽക്കത്തില്ല. ഈ ബന്ധങ്ങളിലെല്ലാം ഒരു ഊഷ്മളതയുണ്ട്. ഭാര്യ ഭർതൃബന്ധത്തിൽ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായ ബന്ധത്തിൽ, സഭാബന്ധത്തിൽ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എല്ലാവരിലും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. ആശ്രയം യേശു ക്രിസ്തുവിൽ മാത്രമാണ്. എല്ലാവരെയും സ്നേഹിക്കണം. ഭൂമിയിൽ കാണപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. പക്ഷെ തിരിച്ച് ആ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ ഭാരപ്പെടരുത്. കാര്യം കർത്താവിന് മാത്രമേ എന്നെയും നിങ്ങളെയും പൂർണ്ണമായി സ്നേഹിക്കാനും വിടുവിക്കാനും സഹായിക്കാനും കൂടെ ഇരിക്കാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിങ്ങൾക്കൊരു സഹായം ലഭിക്കേണ്ട സമയത്ത് ലഭിച്ചില്ല, കർത്താവ് നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. എന്നിട്ട് പറയാണ്, യഹോവ അരുളിച്ചെയ്യും, നിന്റെ വീണ്ടെടുപ്പാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. യെസ്, കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവ് നമ്മളോട് കൂടി. ഇവിടെ പറയാണ്, ചെറിയ ആട്ടുംകൂട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാര്യം നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ അവിടെ യഥാർത്ഥ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുകയാണ്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവ് എന്തെങ്കിലും പിതാവാം ദൈവം യേശുവിന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതേ മാതൃകയാകട്ടെ നമ്മുടെ ജീവിതത്തിലും. ദൈവം നമുക്ക് തന്നത് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാം, സന്തോഷത്തോടെ കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. ഒന്നും കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്നും നമ്മുടെ സ്വന്തമല്ല. ദൈവം തരാത്തായി നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഇവിടെ യഥാർത്ഥ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരാ വലിയവനെന്നുള്ള ചോദ്യം ശിഷ്യന്മാരുടെ വന്നപ്പോൾ, അതിൻ്റെ തർക്കം അവരുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവൻ അവരോട് പറയാണ്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്ന ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെയും നായകൻ ശുശ്രൂഷകാരനെ പോലെയും ആകട്ടെ. തിരിച്ചാകണ്ട. അതാണ് രാജ്യത്തിൻ്റെ വ്യവസ്ഥ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകണം. നിങ്ങളാകുന്നു പരീക്ഷകളിൽ എന്നോട് കൂടെ നിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് തന്ന രാജ്യം, ഞാൻ നിങ്ങൾക്കും ആ രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരികയാണ്. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. എന്നിട്ട് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നും കുടിച്ചും സിംഹാസനത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ശിഷ്യന്മാരോട് പറയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എത്ര വലിയ സ്നേഹമാണ് പിതാവ് അയച്ച പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ കാണുന്നത്. ഇത് പിതാവിൻ്റെ സ്നേഹമാണ്. അപ്പോൾ തന്നെ ഈ വചനത്തിൽ ചെറിയ ആട്ടുംകൂട്ടത്തോട് പറയാണ്, ഭയപ്പെടേണ്ട. യെസ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും, ഏത് സാഹചര്യത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിലും ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ജീസസ് ഈസ് എലൈവ്. യേശു കൂടെയുണ്ട്. പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് എന്നുള്ള വചനം ഓരോ ഹൃദയങ്ങളിലും അത് ധൈര്യമായി വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും,
തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടി നീയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.